കാഴ്ചയെ നിശബ്ദമായി നഷ്ടപ്പെടുത്തുന്ന ഗുരുതര നേത്രരോഗമായ ഗ്ലോക്കോമ ദിനാചരണം നടത്തി. കേരളത്തിലെ പ്രശസ്ത കണ്ണാശുപത്രിയായ അടൂർ പ്രിസൈസ് സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിലാണ് ലോക ഗ്ലോക്കോമ ദിനാചരണം നടത്തിയത്. ദിനാചരണത്തിന്റെ ഭാഗമായി വാക്കത്തോണും സംഘടിപ്പിച്ചു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എസ് ആനന്ദ്, പ്രിസൈസ് ഐ കെയർ ഹെൽത്ത് ചെയർമാൻ ഡോക്ടർ ജയറാം VR എന്നിവർ പങ്കെടുത്തു. കാഴ്ചയെ നിശബ്ദമായി ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ഗുരുതര രോഗമാണ് ഗ്ലോക്കോമയ. അപ്പോൾ അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വർഷവും ഈ ദിനം കൊണ്ട് ആചരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ദീർഘകാലമായി കണ്ണിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് പ്രിസൈസ് ആശുപത്രിയുടെ എല്ലാമായ ഡോക്ടർ VR ജയറാം ഡോക്ടറാണ്. ഡോക്ടർ, എങ്ങനെയാണ് ഈ ദിനാചരണത്തെ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടത്? ഗ്ലോക്കോമ അല്ലെങ്കിൽ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്ന് പറയുന്ന ഈ അസുഖം ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഇറിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ തിരിച്ച് വരാത്ത കാഴ്ച കുറവ് അല്ലെങ്കിൽ അന്ധതയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖ കാരണമാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഈ സൈലന്റ് കില്ലർ ഓഫ് സൈറ്റ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ കാഴ്ച കുറയും. അപ്പോൾ കാഴ്ച കുറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കാലക്രമേണ വർഷങ്ങൾ എടുത്തും കൊണ്ട് കുറയുന്നത് കൊണ്ടാണ് ഇത് അറിയാത്തത്. പിന്നെ അതിന് വേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ രീതിയിൽ ഉണ്ടാവില്ല. ചിലതരം ഗ്ലോക്കോമയ്ക്ക്, ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയ്ക്ക് അങ്ങനെ പെട്ടെന്ന് വേദന വരാം. പക്ഷെ കോമൺ ആയിട്ട് കാണുന്ന ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അപ്പം അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കാഴ്ചയുടെ ഈ ഫീൽഡ്, അതിങ്ങനെ നമ്മളിങ്ങനെ കാണുന്ന ഇത്രയും കാണുന്ന ആ ഫീൽഡ് ചുരുങ്ങി ചെറുതായി വരും. അത് കാലക്രമേണ വരുന്നത് കൊണ്ട് ആളുകൾ അത് അഡ്ജസ്റ്റ് ആയി പോകുന്നത് കൊണ്ടും ആണ് ഇത് ഒരു ലേറ്റ് സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയും ഡയഗ്നോസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഏതാണ്ട് 12 മില്യൺ ആളുകൾക്ക് ഗ്ലോക്കോമ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം അതിൽ ഒരു 90% ആളുകളും അൺഡയഗ്നോസ്ഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ഗ്ലോക്കോമ വാരം നമ്മൾ ഇതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ആചരിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് സാധാരണ രീതിയിൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഗ്ലോക്കോമ വരുന്നത്. അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്ക് 200 ആളുകളിൽ ഒരാൾക്ക് ഗ്ലോക്കോമയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് പ്രായം കൂടുന്തോറും പിന്നെയും കൂടി 80 വയസ്സാവുമ്പോൾ 8 പേരിൽ ഒരാൾക്ക് ഗ്ലോക്കോമ ഉണ്ടാവാനുള്ള സാധ്യത അത്രയും കൂടും. അപ്പോൾ ഈ ഒരു ഗ്ലോക്കോമ വാരത്തിനോടനുബന്ധിച്ച് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ 40 വയസ്സ് കഴിഞ്ഞ എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും കണ്ണ് ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കൊണ്ട്, ഐ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. അതിന് വലിയ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് കാണണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ പരിശോധിക്കുകയും കണ്ണിനകത്ത് ഉള്ള ഞരമ്പിനെ നമ്മളൊരു ലെൻസ് ഉപയോഗിച്ച് നോക്കുകയും ചെയ്യും. സാധാരണ ഒരു റുട്ടീൻ ഐ എക്സാമിനേഷൻ ഐ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ആ ടെസ്റ്റിൽ നമുക്ക് ഗ്ലോക്കോമ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുകയും അങ്ങനെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഫർദർ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിനെ കൺഫേം ചെയ്യുകയും ട്രീറ്റ്മെന്റ് ചെയ്ത് ഇതിൻ്റെ ഈ ഫർദർ ആയിട്ടുള്ള കാഴ്ച നഷ്ടം നമുക്ക് തടയാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഗ്ലോക്കോമ വാരം വളരെയധികം കണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമാക്കിയിരിക്കുന്നത്. ഡോക്ടറെ, എല്ലാ ചികിത്സാ ചെലവും ഇപ്പം ഭാരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന ആശുപത്രിയായിട്ട് പ്രിസൈസ് മാറുന്നത്. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ചെയ്യുന്നത്? പ്രിസൈസിൽ നമ്മൾ ഈ കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളുടെയും, അതിപ്പം കണ്ണിൽ തന്നെ ഏതാണ്ട് 12 സ്പെഷ്യാലിറ്റികളുണ്ട്. ജനറൽ ഓഫ്താൽമോളജി, റെറ്റിന, കോർണിയ ഡിപ്പാർട്ട്മെന്റ്, ഇതുപോലെ ഗ്ലോക്കോമ സർവീസുകൾ, ഒക്കുലോപ്ലാസ്റ്റി, സ്ക്വിന്റ്, പീഡിയാട്രിക് ഓഫ്താൽമോളജി,
മുതലായിട്ടുള്ള റിഫ്രാക്റ്റീവ് സർജറി, അതിൻ്റെ എല്ലാ കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളുടെയും ട്രീറ്റ്മെൻറ്റുകൾ, ലോകോത്തരമായിട്ടുള്ള എക്യുപ്മെൻറ്റുകളും അതുപോലെ ചികിത്സാ രീതികളും ഉപയോഗിച്ച് ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർമാർ കൂടുതലും നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ടുള്ള ഒപ്താൽമോളജിസ്റ്റുകൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസുമാണ് നമ്മുടെ ഈ സെൻ്ററുകളിൽ എല്ലാം ഈ ഓരോ സ്പെഷ്യാലിറ്റികളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ ആളുകളിൽ എത്തിക്കുക, ഏറ്റവും ലോകോത്തരമായിട്ടുള്ള ചികിത്സ, വളരെ ഒരു പരിമിതമായിട്ടുള്ള കൂടുതലല്ലാത്ത ചികിത്സാ ചെലവ് അധികം വരാത്ത രീതിയിൽ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് പ്രിസൈസിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. നമ്മുടെ ക്യാമ്പുകളും മറ്റുമൊക്കെ ഡോക്ടർ എങ്ങനെ സംഘടിപ്പിക്കാറുണ്ടോ? ക്യാമ്പുകൾ നമുക്ക് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ട്. കുട്ടികളുടെ ഐ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലോക്കോമ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഈ വാരാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരാഴ്ചയോളം ഫ്രീ ആയിട്ട് ഗ്ലോക്കോമ സ്ക്രീനിങ് ഉണ്ട്. അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിർധനരായിട്ട് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കാറ്ററാക്ട് സർജറി മുതലായിട്ടുള്ള ചികിത്സകളും നമ്മൾ നമ്മുടെ സെന്ററുകളിൽ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ, ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഈ കുട്ടികളിൽ ഈ കാഴ്ച വൈകല്യം കൂടുതലായിട്ടുള്ള ഒരു പഠനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ ഓൺലൈൻ പഠനം ഒരു വർഷത്തോളം സ്കൂളുകൾ അടച്ചിട്ട് ഡോക്ടറിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സാദ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ ഒരു ശേഷം, കൊറോണയുടെ മുമ്പും കണ്ണിന്റെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെയധികം കൂടിയ ഒരു സാഹചര്യമാണുള്ളത്. കൊറോണയുടെ സമയത്താണ് ആക്ച്വലി ഈ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക്, ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പെട്ടെന്ന് ഒരു മാറ്റം സംഭവിച്ചത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ നമ്മളെപ്പോഴും അടച്ചുള്ള അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ ഇരിക്കുകയും അടുത്തുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് കണ്ണിൻ്റെ അവസ്ഥയിൽ നോക്കുമ്പോൾ. ആ ഡെവലപ്പിംഗ് സ്റ്റേജിൽ കുട്ടികൾക്ക് അടുത്തുള്ള കാഴ്ചകളിലേക്ക് കണ്ണിൻ്റെ ഘടന മാറുകയും അത് ഒരു മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റിൻ്റെ ഇൻസിഡൻസ് വളരെയധികം കൂടുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. അത് കാരണം ഒത്തിരി കുട്ടികൾക്ക് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മൈനസ് പവർ വരുന്നുണ്ട്. അത് കൂടാതെ ഇത് കൂടാതെ വേറെ കാരണങ്ങൾ, അത് കൂടാനുള്ള വേറെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൺലൈറ്റിന്റെ അഭാവം. കുട്ടികൾ ഡേ ലൈറ്റിൽ പുറത്ത് കാണുന്ന രീതിയിൽ, ദൂരെ കാണുന്ന രീതിയിൽ കുട്ടികൾ മുമ്പ് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് കുറവാണ്. കൂടുതൽ കുട്ടികൾ അകത്തിരിക്കുകയും അതും ഈ ഒരു ഷോർട്ട് സൈറ്റിന്റെ നമ്പേഴ്സ് കൂടാനുള്ള ഒരു കാരണമാണ്. അതുകൂടാതെ കുട്ടികൾക്ക് ഉറക്കത്തിലുള്ള പ്രശ്നങ്ങൾ, അവർക്ക് ഈ ബ്ലൂ ലൈറ്റിന്റെ ഒരു ആധിക്യം മൂലം ആങ്സൈറ്റി മുതലായിട്ടുള്ള, അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഈ മൊബൈലിന്റെ ഉപയോഗം മൂലം വരുന്നുണ്ട്. അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചുകുട്ടികൾക്ക്, ഒരു 3 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാനേ പാടില്ല എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. അതിലും കുറച്ചും ഈ പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോഴും പലപ്പോഴും അവരുടെ പഠന ആവശ്യങ്ങൾക്ക് തന്നെ മൊബൈൽ അത്യന്താപേക്ഷിതമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ദിവസം ഒരു മണിക്കൂറൊക്കെ അവർക്ക് കാണാവുന്ന രീതിയിൽ പരിമിതപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾ ഒരു മണിക്കൂറെങ്കിലും പുറത്ത് ഡേ ലൈറ്റിൽ തുറസായിട്ടുള്ള സ്ഥലത്ത് ദൂരെ കാണുന്ന രീതിയിലുള്ള എന്തെങ്കിലും കളികളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കണം. അത് അവരുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും അവരുടെ പ്രോപ്പറായിട്ടുള്ള കണ്ണിന്റെയും ശരീരത്തിന്റെയും ഡെവലപ്മെന്റിനും വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ ഗ്ലോക്കോമ ദിനാചരണം ബന്ധപ്പെട്ട് നമ്മുടെ ഏതൊക്കെ ബ്രാഞ്ചുകളിലാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്? നമ്മൾ ഇപ്പൊ അടൂർ ബ്രാഞ്ചിൽ ഇപ്പൊ നാളെ ഈ വാക്കത്തോൺ നടക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ആഴ്ചത്തേക്കുള്ള ഗ്ലോക്കോമ സ്ക്രീനിങ് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ട്.
ഏതൊക്കെ ബ്രാഞ്ചുണ്ടാവും? നമുക്ക് പന്തളം ബ്രാഞ്ചിലുണ്ട്, കരുനാഗപ്പള്ളി, മാവേലിക്കര, പത്തനാപുരം ഈ ബ്രാഞ്ചുകളിൽ. അതുപോലെ തിരുവനന്തപുരത്ത് നമുക്ക് 2 ബ്രാഞ്ചുകളുണ്ട്, അവിടെയും ഉണ്ട്. പിന്നെ അതുകൂടാതെ അടുത്ത ആഴ്ച ഈ ഗ്ലോക്കോമ വരെ അവസാനിക്കുന്ന ആ സമയത്ത് മാർച്ച് 15-ാം തീയതി നമ്മൾ ഒരു അവയർനെസ് പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് നടത്തും. നമ്മളൊരു സൈക്ലത്തോൺ, അതെല്ലാം കഴിഞ്ഞ 5 വർഷമായിട്ട് നടത്തി വരുന്നതാണ്. ആ ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് നമ്മൾ മാർച്ച് 15-ാം തീയതി നടത്തുന്നുണ്ട്. അപ്പൊ പൊതുസമൂഹം കണ്ണിനെ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഡോക്ടർ ജയറാം നമ്മളോട് പറയുന്നത്. ഈ അന്ധതയെ തുടച്ചു നീക്കാൻ വിപുലമായിട്ടുള്ള നടപടികളുമായിട്ടാണ് ഈ ആതുര ശുശ്രൂഷ മേഖല മുന്നോട്ട് പോകുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.